നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. കറവൂർ ഇഞ്ചപ്പള്ളി ഔട്ട്പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനപാലകർക്ക് മണൽ മാഫിയ സംഘത്തിന്റെ മർദ്ദനം. പരിക്കേറ്റ 2 ഉദ്യോഗസ്ഥർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതികളെ തെരയുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കറവൂർ ഡിവിഷനിലെ ജീവനക്കാർക്കാണ് മണൽ മാഫിയയുടെ മർദ്ദനമേറ്റത്. പരിക്കേറ്റ സൂരജ് ജെ നായർ, ബിജു ജി എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കോട്ടേഴ്സിൽ നിന്ന് ഇഞ്ചപ്പള്ളി ഭാഗത്തേക്ക് പോയി ഇറങ്ങി നെൽപ്പെട്ട് എല്ലാം കിടങ്ങി അവിടെ ഒരു മണിയോടെ കോട്ടേഴ്സിൽ അവിടെ ഇഞ്ചപ്പള്ളി കോട്ടേഴ്സിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് 2 ബൈക്കുകളിലായിട്ട് 6 പേര് അവിടെ എത്തിച്ചേരുകയും ഞങ്ങളുടെ മണൽ വരുന്ന തടയാൻ നിങ്ങളെ ആരുടെ ഇട്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു തട്ടി കയറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് ഇവർ കോട്ടേഴ്സിൻ്റെ ജനലുകൾ അടിച്ച് തകർക്കുകയും കോട്ടേഴ്സിന് മുകളിലേക്ക് കയറാനുള്ള ഏണി തകർക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ദീപു, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. ഇവർക്കെതിരെ കേസെടുത്തു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇവരെ തെരയുകയാണ്. ഇവരുടെ നേതൃത്വത്തിൽ 10ഓളം പേരടങ്ങിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വനം കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന മണൽ സംഘങ്ങൾക്കെതിരെ വനം വകുപ്പ് നടപടി അടുത്തിടെ കർശനമാക്കിയിരുന്നു. ചാലിയക്കരയാറ്റിൽ ഇഞ്ചപ്പള്ളി ഭാഗത്ത് മണൽ ഖനനം വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം മണൽ സംഘം കരയ്ക്ക് കോരിയിട്ടിരുന്ന മണൽ വനപാലകർ തിരികെ ആറ്റിലേക്ക് തള്ളിയിരുന്നു. തുടർന്ന് ചെറുസംഘങ്ങളായി തിരിഞ്ഞ് വനത്തിൽ ആറ്റുതീരത്ത് തെരച്ചിലും ശക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ പകൽവീട് മത്സ്യകർഷക ക്ലബ്ബ് എന്നിവ നാടിന് സമർപ്പിച്ചു. പകൽവീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹനും മത്സ്യകർഷക ക്ലബ്ബ് MLA അഡ്വക്കേറ്റ് കെ രാജുവും ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പും കരവാളൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മത്സ്യകർഷക ക്ലബ്ബ്. 5 ലക്ഷം രൂപയാണ് മുതൽ മുടക്ക്. ഗ്രാമപഞ്ചായത്തിലെ മത്സ്യകർഷകർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാകുന്നതിന് ഈ സംരംഭം പ്രയോജനകരമാകും. കർഷകരുടെ കൂട്ടായ പ്രവർത്തനവും ഇതുമൂലം സാധ്യമാകുമെന്ന് പഞ്ചായത്ത് വിലയിരുത്തുന്നു. വൻകിട മുതലാളിമാർ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യന്ത്രവൽകൃത മത്സ്യബന്ധനം വൻതോതിൽ നടത്തുകയാണ്. ഇപ്പോൾ കടലിൽ പോയി മത്സ്യം പിടിക്കുന്നവർക്ക് ആഴ്ചകളോളം കടലിൽ നിന്ന് മത്സ്യം പിടിച്ച് ഓരോ ദിവസത്തെയും അതിനകത്ത് തന്നെ സൂക്ഷിച്ച് ഒരു കേടും കൂടാതെ കൊണ്ടുവന്ന് അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടുണ്ട്. സാധാരണ മത്സ്യത്തൊഴിലാളിയും മത്സ്യവള്ളങ്ങളിലും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ബോട്ടിലും അല്ലാതെ ഉള്ള നാടൻ വലയും ഒക്കെ ഉപയോഗിച്ച് പിടിക്കുന്ന ആ തൊഴിലാളിക്കാരുടെ യഥാർത്ഥത്തിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വൻതോതിൽ മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തെ ഈ രീതിയിൽ വൻകിട അന്തർദേശീയ കമ്പനികൾ പിടിച്ച് അവര് അതിന്റെ കുത്തക അടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഉൾനാടൻ മത്സ്യ കൃഷി വികസനത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ സർക്കാരും മറ്റും ആലോചിക്കുന്നത്. വൃദ്ധജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കി 8 ലക്ഷം രൂപ മുതൽ മുടക്കി ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യ സംരംഭമാണ് പകൽവീട്. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത സംരംഭമാണ് ഇത്. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് ഒരുമിച്ച് കൂടുന്നതിനും ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കുന്നതിനുമുള്ള വേദിയാണ് പകൽവീട്. ഈ മേഖലയിലെ മുതിർന്ന പൗരന്മാരായിട്ടുള്ളവർക്ക് വരാനും വിശ്രമിക്കാനും വിനോദത്തിൽ ഏർപ്പെടാനും പരസ്പരം പരിചയവും പഴയ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അംഗൻവാടിയുടെ ഒപ്പമായതുകൊണ്ട് പഴയകാല കഥകൾ, ഇപ്പോൾ സുരേഷ് മാവേലിയുടെ ഒരു കഥയാണല്ലോ തുടങ്ങി, വെയിലായതുകൊണ്ടാണ് നിർത്തിയത്. വാമനന്റെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി. അപ്പൊ കുറച്ച് ഈ കഥകളൊക്കെ ഒരുപാട് കഥകളും അനുഭവങ്ങളും ഉള്ളവരാണ് മുതിർന്നത്. അവര് അവരുടെ അനുഭവത്തിലൂടെയും പ്രായോഗിക പരിജ്ഞാനത്തിലൂടെയും നേടിയിട്ടുള്ള ഈ അനുഭവങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KN വാസവൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഇരു ചടങ്ങുകളിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇരുവൃക്കകളും തകരാറിലായ 13കാരി തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു.
പുനലൂർ TB ജംഗ്ഷന് സമീപം ആറ്റുമല പുത്തൻ വീട്ടിൽ ഷാനവാസിന്റെയും സെയ്ദ് മുത്തിന്റെയും മകൾ 13 വയസ്സുള്ള ഷഫിന ഷാനവാസാണ് ഇരുവൃക്കകളും തകരാറിലായി ഇപ്പോൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിനോടകം ഷഫിനയ്ക്ക് 5 ശസ്ത്രക്രിയകൾ നടത്തി. അടിയന്തരമായി 5 ലക്ഷം രൂപ ചെലവ് വരുന്ന മേജർ സർജറി നടത്തിയില്ലെങ്കിൽ ഷഫിനയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. KSRTC ഡ്രൈവറായ ഷാനവാസ് ഇതിനോടകം തന്റെ സമ്പാദ്യമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. വീടും വസ്തുവും വിറ്റ് ഇവർ പത്തനംതിട്ട കുലശേഖരപതിയിലുള്ള വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. ഷഫിനയുടെ ചികിത്സാ സഹായത്തിനായി സെയ്ദ് മുത്ത് ഷാനവാസിന്റെ പേരിൽ SBTയുടെ പത്തനംതിട്ട പ്രധാന ശാഖയിൽ ഒരു അക്കൌണ്ട് തുറന്നിട്ടുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് സഹായങ്ങൾ ഈ അക്കൌണ്ടിൽ നിക്ഷേപിക്കാം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. റബ്ബറിന് താങ്ങുവില നിശ്ചയിക്കാത്തതും നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയും റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയെന്ന് EP ജയരാജൻ MLA. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റബ്ബർ കർഷക ജില്ലാ കൺവെൻഷൻ അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസക്ത ഭാഗങ്ങൾ. കേരളത്തിലെ റബ്ബർ കൃഷിക്ക് പ്രാധാന്യം നൽകാതെയാണ് വിദേശത്തു നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനേക്കാളും വില കുറയാൻ വേണ്ടി പോവുകയാണ്. ഇതിനേക്കാൾ വില കുറയാൻ പോകുന്നത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ മുഴുവൻ ടയർ കമ്പനിക്കാരും റബ്ബർ വ്യവസായികൾ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് വൻതോതിൽ ഭൂമി വാങ്ങിക്കും. അവിടെ ഭൂമിക്ക് വിലയൊന്നുമില്ല, വളരെ ചെറിയ വിലക്ക് ഭൂമിയുണ്ട്. അവിടെ ഭൂമി വാങ്ങിയിട്ട് കറുത്ത വർഗ്ഗക്കാരെ കൊണ്ട് വലിയ തോതിൽ പ്ലാന്റേഷൻ ഉണ്ടാകും. ഇപ്പൊ ഏതാണ്ട് 5 വർഷം 6 വർഷം പൂർത്തിയായി. ഇവിടെ 7 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ പാലെടുക്കാൻ തുടങ്ങുന്നത്. അവിടെ ഇത് വൻതോതിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാലെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറിന് ഇന്നുള്ളതിനേക്കാളും വിലയിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുതലാളിമാര് ഈ കേരളത്തിലെ വൻകിട ടയർ കമ്പനിക്കാർ വൻതോതിൽ ലാഭം കൊയ്തെടുക്കാൻ അവർക്ക് കേരളത്തിലെ റബ്ബർ മുഴുവൻ സമാഹരിച്ച് വ്യാപാരം നടത്തിയാൽ തന്നെ അവർക്ക് ഒരു വർഷം ഇവിടുത്തെ ഏറ്റവും വലിയ MRS കമ്പനിക്ക് തന്നെ ഒരു 120 കോടിയിൽ പരം രൂപയെ ഒരു വർഷം അറ്റാതായി, എല്ലാ ചെലവുകളിലും അറ്റാതായി. വൻ ലാഭം തന്നെയാണ്. പക്ഷെ ആ ടയർ കമ്പനിക്കാർ ഉൾപ്പെടെ മുഴുവൻ ടയർ കമ്പനിക്കാരും ഇപ്പോൾ ഈ റബ്ബറിലേക്കാണ്. റബ്ബറിന്റെ വില കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഗവൺമെന്റ് UPA ഗവൺമെന്റ് ആയിരുന്നു, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നു, കോൺഗ്രസ് പാർട്ടി. ഇവിടെ റബ്ബറിന് 240 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തു. ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രീ പോർട്ടാണ്, തുറമുഖം ഫ്രീയാണ്. ഇവിടെ ഇറക്കുമതി ചെയ്യാം. ആസിയൻ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇറക്കുമതി ചെയ്യാനുള്ള ഓപ്പൺ മാർക്കറ്റ്, അത് ആ പോളിസിയാണ് BJP. ഫ്രീ പോർട്ടായി കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കേണ്ട ഇറക്കുമതി ചുങ്കം പോലും കൊടുക്കേണ്ടി വരും. 7% 20% റബ്ബറിന് ഇറക്കുമതി ചുങ്കുണ്ടായിരുന്നു. 100 രൂപയുടെ റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ 20 രൂപ ഡ്യൂട്ടി നിശ്ചയിക്കാൻ 120 രൂപയായി. അത് സെയിൽ ടാക്സ് എല്ലാം കൂടി വരുമ്പോൾ 130 രൂപയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ 20% ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറുകളുടെ നിയന്ത്രണം വന്നു. എന്നാൽ ഇന്ത്യയിലെ വൻകിട ടയർ ലോബിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി UPA ഗവൺമെന്റ് കോൺഗ്രസ് പാർട്ടി ഇറക്കുമതി ചുങ്കം 7% കുറച്ച് വൻതോതിൽ റബ്ബർ ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് വഴിവെച്ചു കൊടുത്തു. അവർ വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്തു. ഇന്ത്യയിലെ മുഴുവൻ ടയർ കമ്പനിക്കാരുടെയും ഗോഡൌണുകളിൽ ഏതാണ്ട് ഒരു അവർക്ക് എത്രയോ വർഷക്കാലം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റബ്ബർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുധാരയിലെത്തിക്കാൻ സംവാദങ്ങളും ബോധവത്കരണവും സംഘടിപ്പിക്കും. അധികാരികളുടെ ശ്രദ്ധ നേടുന്നതിന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചരണ രീതികളുണ്ട്. വല്ലാതെ തന്നെ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ ധാരണയിൽ നയിക്കുകയുമാണ്. അതുകൊണ്ട് കൃഷിക്കാരുടെ അടുത്ത് റബ്ബർ കൃഷിക്കാരുടെ അടുത്ത് പോയി അവരുടെ ഈ കാർഷിക പ്രശ്നങ്ങൾ റബ്ബറിനെ കുറിച്ച്
ആശയവിനിമയം നടത്തിയ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടി 3-4 ദിവസക്കാലം ജാഥകൾ, വീട് കയറിയിട്ട് കൃഷിക്കാരുമായിട്ടുള്ള സംവാദങ്ങൾ, പൊതുവായിട്ടുള്ള ഇതുപോലുള്ള സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കും. ജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കണം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്ന ഗവൺമെന്റ് വിശ്വസിച്ചില്ല. അതിന്റെ ഭാഗമായിട്ടൊരു സമരരൂപം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഈ മാസം 10-ാം തീയതി എല്ലാ കളക്ടറേറ്റുകളും തിരുവനന്തപുരം സെക്രട്ടറിയും ആയിരക്കണക്കിന് കൃഷിക്കാരുടെ മനുഷ്യച്ചെങ്കല മനുഷ്യരെ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഉപരോധം ഉണ്ടാക്കാറുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു 11 മണി സമയത്ത് കർഷക സംഘം, റബ്ബർ കൃഷിക്കാരൊക്കെ കലക്ടറേറ്റുകൾക്ക് മുമ്പിലെത്തുക. ഈ കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ ഉദ്ഘാടനം പ്രസംഗിക്കും. അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കർഷക സംഘത്തിൽ 2 കോടി 2 നേതാക്കളെ കൈക്കൊണ്ടു. അവർ 2 കലക്ടറേറ്റിന്റെ 2 ഭാഗങ്ങളിൽ ഒഴുകി അവിടെയുള്ള ആളുകളെല്ലാം അവർക്ക് പിന്നിൽ നടന്നു പോകുക. ആ കൊടികൾക്ക് പിന്നിൽ അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. ഈ കൊടി ഇങ്ങനെ സഞ്ചരിച്ച് കലക്ടറേറ്റ് വളർന്നിട്ട് ഒരു സ്ഥലത്ത് അവർ 2 പേരും ഒരു സ്ഥലത്തെത്തി കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഒരു പടക്കം കൊടുക്കും. അപ്പോഴേക്കും മുഴുവൻ ആളുകളും ഈ ചങ്ങല പിടിച്ചുകൊണ്ട് അവരോട്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി ബാൾഡുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ വി.എസ്. സതീഷ് സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ, KN ബാലഗോപാൽ MP, മുൻ MLA ബി. രാഘവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, അഡ്വക്കേറ്റ് S. സോമപ്രസാദ്, ജോർജ് മാത്യു, കെ. ബാബു പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരളം ജില്ലാതല പുരസ്കാരത്തിന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അർഹമായി. പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2013-2014 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് അവാർഡ് സമിതി പരിഗണിച്ചത്. 12 ലക്ഷം രൂപ മുടക്കി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി നിർമ്മിച്ച ലാബ്, 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന തിരുവഴിമുക്ക് സബ് സെന്റർ, ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനം, പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ജീവനക്കാർ, HMC അംഗങ്ങൾ എന്നിവർ യോജിച്ചുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അലോപ്പതി, ആയുർവേദം, ഹോമിയോ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം, പേവിഷബാധ നിർമ്മാർജ്ജന പ്രവർത്തനം, മൃഗാശുപത്രിക്കായി നിർമ്മിച്ച പുതിയ മന്ദിരം എന്നിവ അവാർഡിന് പരിഗണിക്കപ്പെട്ടു. ആരോഗ്യ കേരളത്തിന്റെ 2013-14 സാമ്പത്തിക വർഷത്തെ പുരസ്കാരം ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ലഭിക്കുകയുണ്ടായി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് 2013-14 സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയിൽ നൽകിയ പദ്ധതികളിൽ നിന്നും കണ്ട് നീക്കിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരത്തിന് നമ്മൾ അർഹരായത്. അതിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ നൽകിയത് കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 12 ലക്ഷം രൂപ മുടക്കി നല്ലൊരു ലബോറട്ടറി സ്ഥാപിച്ചു കൊടുത്തു. അതിൻ്റെ കെട്ടിടം പണി പൂർത്തീകരിച്ച് ആ കെട്ടിടത്തിനാവശ്യമായ ലാബിലേക്കുള്ള സാധനങ്ങൾ 4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ NRHന്റെ ഫണ്ടിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനം ലാബ് ടെക്നീഷ്യനെ എടുത്തുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി രാജു, വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സൈമൺ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലൈവ് വാർത്ത തുണയായി കമുകുഞ്ചേരി തിരുവിളങ്ങോലപ്പൻ ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി KLDC ചെയർമാൻ ബെന്നി കക്കാട്. തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന കാവുകൾ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ഇതു സംബന്ധിച്ച ലൈവ് വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ആറ്റുതീരം ഇടിഞ്ഞ് ചിരപുരാതനമായ കാവ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാവ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാവ് സംരക്ഷിക്കുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KLDC ഇതിന് മുൻകൈയെടുക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. കമുഞ്ചേരി തിരുവനന്തപുരം ക്ഷേത്രത്തിൻ്റെ അതിഥിയിലുള്ള കാവ് ഇടിഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമ്മൾ കണ്ടു. അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ കേരള സംസ്ഥാന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ പറഞ്ഞ കാവുകളും കുളങ്ങളും സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രതിഫലനമായി ഇത് നമ്മളൊരു അപേക്ഷ കണ്ടുകൊണ്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി അത് സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള
എല്ലാ പ്രയത്നങ്ങളും നടത്തും എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മേജർ ഇറിഗേഷൻ എഞ്ചിനീയേഴ്സുമായി ചീഫ് എഞ്ചിനീയേഴ്സുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഏകദേശം 25 സെൻറ്റോളം ഭൂമി ഇടിഞ്ഞിറങ്ങി താന്ന് റോഡിലോട്ട് കിടപ്പുണ്ട്. അതിന് സംരക്ഷണ ഭിത്തി അടക്കമുള്ളത് കെട്ടി പരിപാലിക്കാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. അതിന് നാട്ടുകാരെല്ലാം വളരെയധികം അമ്പലത്തിലുള്ള വിശ്വാസികളും പഞ്ചായത്ത് പ്രദേശത്തുള്ള വിശ്വാസികളും ഒക്കെ ഇതിനുവേണ്ടി കുറേ നാളുകളായി ശബ്ദം ഉയർത്താറുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് നിശ്ചയമായും ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും എന്ന് അറിയിക്കുന്നു. സസ്യവൃക്ഷ നിബിഡമായ ഈ കാവിൽ കടമ്പ്, കമ്പകം, തേന്മാവ് എന്നിവ ഉൾപ്പെടെ അപൂർവമായ നിരവധി സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട്. കാവ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് ഒരു സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. മഴവെള്ള, മലവെള്ളപ്പാച്ചിലും കല്ലടയാറ്റിലെ ശക്തമായ ഒഴുക്കും അശാസ്ത്രീയമായ മണലൂറ്റുമെല്ലാം കാവിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.